ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനോ ദീപക്സ്. ചടയമംഗലത്തുള്ള ജഡായു എർത്ത് സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനും ശിഖയും ഉണ്ട്. ഇതിപ്പം ഉച്ച സമയമാണ്, പക്ഷേ അത്യാവശ്യം നല്ല റഷുണ്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ നമുക്ക് ഈ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. സമയം ഇപ്പോൾ ഏകദേശം 12:30 മണിയായി കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ജഡായു പാറ കാണാനായിട്ട് പോകുന്നത്. എന്നാൽ പല പ്രാവശ്യം ചടയമംഗലം വഴി ഈ ജഡായു പാറ നമ്മൾ ദൂരെ റോഡിൽ MC റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങോട്ട് കയറാനായിട്ടുള്ള ആ ഒരു അവസരം ഉണ്ടായിട്ടില്ല. 2018 നമ്മളുടെ ജഡായു പാറ പബ്ലിക്കിന് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തതെന്ന് അറിയാൻ സാധിച്ചു. അപ്പം ഇന്ന് എന്താണെങ്കിലും ജഡായു പാറ കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പം ഞങ്ങൾ ഇപ്പം നമ്മളുടെ NH66 വഴി പോവുകയാണ്. കഴക്കൂട്ടത്ത് ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് വെമ്പായം വഴി MC റോഡ് കയറിയിട്ട് അതുവഴി പോവാം. നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 50 കിലോമീറ്റർ യാത്രയുണ്ട് ജഡായു പാറ ചടയമംഗലത്ത് എത്താൻ വേണ്ടിയിട്ട്. ഒരു 50 കിലോമീറ്റേഴ്സാണ്. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കും. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം വെമ്പായത്ത് ഒരു നല്ല അടിപൊളി ഒരു മീനും കൂട്ടി ചോറ് കിട്ടുന്ന ഒരു കടയുണ്ട്, രാജാ തട്ടുകട. ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മീനും ഒക്കെ കൂട്ടി മീൽസും കഴിച്ചിട്ട് പോവാം. ഇതും ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഇവിടെ വന്നിട്ട് ഒരു മീൽസ് കഴിക്കണമെന്ന്. വാഴയിലയിലാണ് കേട്ടോ ഇവർ ഊണ് വിളമ്പി തരുന്നത്. അപ്പോൾ അച്ചാറ്, കിച്ചടി, അവിയൽ, കപ്പ, മീൻകറി, ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മീനാണ്. പല തരത്തിലുള്ള മീൻ വിഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഓണർ ഇവിടെ ഇന്ന് എന്തൊക്കെ മീൻ റെഡി ആയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഡിഷസും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നായിരുന്നു. ഞങ്ങൾ എല്ലാ ഐറ്റംസും ട്രൈ ഔട്ട് ചെയ്തില്ല കേട്ടോ. നമ്മൾ നെയ്മീൻ കഴിച്ചു, ചൂര, അതുപോലെ മീൻ കറിയും വാങ്ങിച്ചായിരുന്നു. നല്ല അടിപൊളി മീൽസാണ് കേട്ടോ. ഈ മീനും കൂട്ടിയുള്ള ഈ മീൽസ് നല്ല സൂപ്പറായിരുന്നു. ഞാൻ എന്തായാലും ഈ രാജാ ഹോട്ടലിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാര്യം ഇവിടുത്തെ മീൻ അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വെമ്പായം വഴി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. രാജാ ഹോട്ടൽ വെമ്പായം ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ മീൽസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചടയമംഗലത്തിലോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മളുടെ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ MC റോഡ് സൂപ്പറാണ്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു റോഡ് തന്നെയാണ് MC റോഡ്. എനിക്കങ്ങനെ എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജഡായു പാറ എത്തുന്നു. ഈ ഒരു വ്യൂ ആണ് എപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് എന്താണെങ്കിലും ഈ മലയുടെ മുകളിലുള്ള ഈ ഒരു അത്ഭുതം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്കുള്ള ആ ഒരു വഴി നല്ല രീതിയിൽ തന്നെ ടാറിങ് ഒക്കെ ചെയ്ത് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ ആ ഒരു കോംപ്ലക്സിലോട്ട് എത്തുമ്പോൾ തന്നെ അവിടെ നമുക്ക് പാർക്കിങ്ങിനുള്ള ഫീ പേ ചെയ്യണം. അപ്പോൾ ഇവിടെ നല്ല ഒരു വൈബാണ്, കാണുമ്പോൾ തന്നെ നല്ല ലുക്കാണ് കേട്ടോ. നമ്മൾ ഈ പാർക്കിംഗ് ഫീ അത് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അവർ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കണ്ടു, ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഗാർഡനും ഒക്കെ ചെയ്ത് ഇത് അവരുടെ പാർക്കിംഗ് ബേ ആണ്. എന്ത് വലിയ പാർക്കിംഗ് സ്പേസ് ആണ് കണ്ടോ. ഒരുപാട് വണ്ടികൾ ഒരേ സമയത്ത് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നേരെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ജഡായു എർത്ത് സെൻറ്റർ എന്നും പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഡ്രോപ്പിലാണ് നമുക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണേ. അപ്പം നമുക്ക് ഇനി ഇപ്പം ടിക്കറ്റ് എടുക്കാം. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് പാർക്കിലോട്ടുള്ള എൻട്രി അത് 236 രൂപ ഒരാൾക്ക്. അതുപോലെ കേബിൾ കാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 263 രൂപ കൊടുക്കണം. ഇത് സ്റ്റെപ്പ് വഴി വേണമെങ്കിലും കയറി പോവാം. പിന്നെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പം നമുക്കുള്ള 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോവുക, അല്ലെങ്കിൽ കേബിൾ കാർ യൂസ് ചെയ്യുക. പാർക്കിലോട്ടുള്ള ടിക്കറ്റും ഒക്കെ എടുത്തതിന് ശേഷമേ നമുക്ക് അടുത്തതായിട്ട് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവർ നമ്മളുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മളുടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേബിൾ കാറിലേക്കുള്ള ടിക്കറ്റ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആണ് ഈ കേബിളിൽ കയറി നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഈ ബിൽഡിംഗ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് ചെയ്തേക്കുന്നത്. കണ്ടോ, എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സും എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവരിവിടെ ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഉഷ ബ്രെക്കോ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ് നമ്മളുടെ ഇവിടുത്തെ കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
കേബിൾ കാറിൽ കയറാനായിട്ടുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു. അപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ട് അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ ഇരിക്കാനായിട്ട് പറഞ്ഞു. ഓരോ ബാച്ചായിട്ടാണ് ഇവർ കേബിളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം, അധികം നേരമൊന്നും നമുക്ക് ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ്സ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 10 മിനിറ്റ് എടുത്തില്ല, അതിന് മുന്നേ തന്നെ അവരൊരു വേറൊരു ലോബി ഏരിയയിലോട്ട് നമ്മളെ കൊണ്ടുവന്നു. ഇത് ശരിക്കും അതിവിശാലമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് സ്പേസ് തന്നെയാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് നല്ല എയർ കണ്ടീഷൻ ചെയ്ത ഒരു ഹാൾ. ഇവിടെ അത്യാവശ്യം സ്നാക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ടെർമിനൽ 3 കഫേ എന്നും പറഞ്ഞിട്ട് അവരുടെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് സ്നാക്സ് അല്ലെങ്കിൽ ടീ, കോഫി ഒക്കെ നമുക്ക് വാങ്ങിച്ച് കുടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, മിനറൽ വാട്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവരുടെ അറേഞ്ച്മെന്റ്സ് എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുന്ന് ഓരോ ബാച്ചിനെയാണ് അവർ കേബിൾ കാറിലോട്ട് കയറാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, ഓരോ ചെറിയ ചെറിയ ബാച്ചായിട്ട്. അങ്ങനെ ഏകദേശം 10-20 മിനിറ്റ് ഇരുന്നതിന് ശേഷം അവർ ഞങ്ങളെയും വിളിച്ചു. ഇവിടെ നിന്ന് 2 നില നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം കേട്ടോ. ലിഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നോർമലി അവർ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ലിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതായാലും ലിഫ്റ്റ് എടുത്തില്ല, സ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്ത് നമ്മളിതേ ഇങ്ങ് മേളിലെത്തി. കണ്ടോ, അപ്പോൾ ഇതാ മറ്റേ കേബിൾ കാർ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു സ്പേസ് ആണ്. ഇതേ ഒരു സെറ്റ് ഓഫ് കേബിൾ കാർസ് വരുന്നത് കണ്ടോ. എനിക്ക് തോന്നുന്നു 4 കേബിൾ കാറാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഈ കേബിൾ കാറിന്റെ ആ ഒരു മെക്കാനിസം കണ്ടോ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു വലിയ ഒരു ജയന്റ് ഒരു വീല് തന്നെയാണ്. അതിനകത്തൂടെയാണ് ഈ കേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. കണ്ടോ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ കേബിൾ കാർ ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. ഇത് വളരെ സ്ലോ സ്പീഡിൽ വന്നിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ട് ആൾക്കാരെ കയറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് സ്പീഡിൽ അങ്ങ് പോകുന്നു. അങ്ങനെ ഒരു സെറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സെറ്റ് വരുന്നുണ്ട്. അതും 4 കേബിൾ കാർസ് ആണ്. അപ്പം ഓരോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 കേബിൾ കാറുകളാണ്. കണ്ടോ, അത് സ്റ്റോപ്പ് ആവുന്നില്ല, വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ആൾക്കാർ അതിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഈ ഫസ്റ്റ് കേബിൾ കാറിൽ തന്നെ കയറാൻ സാധിച്ചു. അങ്ങനെ നമ്മളുടെ കേബിൾ കാർ മൂവ് ചെയ്ത് തുടങ്ങി. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ പാറക്കൂട്ടമാണ്, നിറയെ മരങ്ങളുണ്ട്. അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഇത് മൂവ് ചെയ്യുന്നത്. ഇതാ കേബിൾ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ സ്ലോ ആവുന്നത്. എന്തായാലും നല്ല രസകരമായ യാത്ര, നല്ല അടിപൊളി വ്യൂ. അപ്പം നമുക്കങ്ങനെ ദൂരത്ത് ജടായു പാറ കാണാം. കണ്ടോ, അവർ പറഞ്ഞത് ഏകദേശം ഒരു 20 മിനിറ്റ്സ് എടുക്കുമെന്നാണ്. ഇവിടുത്തെ ഹെലികോപ്റ്റർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെലിപാഡ് കണ്ടോ. ഏതായാലും ജടായു പാറ എത്താറായപ്പോഴത്തേക്ക് നമ്മളുടെ കേബിൾ കാർ ഇവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നു. നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഒരു 4 കേബിൾ കാർ വന്ന് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കേബിൾ സ്റ്റേഷനിൽ നമുക്ക് മുന്നേ പോയ കേബിൾ കാറിൽ നിന്ന് ആൾക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും നമ്മളുടെ കേബിൾ കാർ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഏകദേശം ഇപ്പം ഇങ്ങ് ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ ടോപ്പിലുള്ള ആ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തുകയാണ്. നമ്മൾ താഴെ കണ്ട അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു രീതിയും എല്ലാം അതേപോലെ തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേബിൾ കാർ നല്ല സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇറങ്ങാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പീഡിൽ തന്നെയാണ് ഇതിപ്പോൾ മൂവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല കേട്ടോ ഇതിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഇപ്പം ഏകദേശം 20 മിനിറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തിയേക്കുന്നത്. ടോപ്പിൽ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ടോ, കേബിൾ കാർസ് വരുന്നു പോകുന്നു, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രകൃതി ഭംഗിയിൽ നിന്ന് അത് കാണാനായിട്ട് തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ ഈ ഒരു ശില്പം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ സഞ്ചരിച്ചെത്തിയത്. നോക്കിയേ അതിൻ്റെ ഭംഗി. നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ നിന്ന് നമുക്ക് ആ ജടായു പാറയുടെ ഭംഗി ആസ്വദിക്കാം. ശ്രീ രാജീവ് അഞ്ചൽ എന്ന അതിപ്രശസ്തനായ ആ ഒരു ശില്പിയാണ് ഈ ശില്പത്തിൻ്റെ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ശ്രീ രാജീവ് അഞ്ചൽ എന്ന് പറയുമ്പോൾ ഒരു ശില്പിയേക്കാൾ ഉപരി ഒരു വലിയ സിനിമാ സംവിധായകൻ കൂടെയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ജടായു എന്ന് എഴുതി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ എഴുതിയേക്കുന്നുണ്ടോ, ഡെഡിക്കേറ്റഡ് ടു വിമൻ സേഫ്റ്റി ആൻഡ് ഓണർ. ഈ ജടായുവിൻ്റെ ശരിക്കുമുള്ള ആ ഒരു സൈസ് മനസ്സിലാവണമെങ്കിൽ നമ്മളിവിടെ നേരിട്ട് തന്നെ വന്ന് കാണണം കേട്ടോ. ക്യാമറയിൽ കൂടെ എനിക്കത് എത്രത്തോളം നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഇത് ഭയങ്കര ഹ്യൂജാണ്. ഇവിടെ എഴുതി വെച്ചേക്കുന്നതനുസരിച്ച് ഈ ശില്പത്തിൻ്റെ നീളം 61 മീറ്റർ, വീതി 46 മീറ്റർ, അതുപോലെ പൊക്കം 21 മീറ്റർ എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളികളുടെ അഭിമാനമായ
പ്രശസ്ത കവി ശ്രീ ONV കുറുപ്പിൻ്റെ ഒരു കവിതയൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾക്ക് അത് പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കാൻ സാധിക്കും. ഇതേ ഈ ജടായു പാറയിൽ ഇരിക്കുന്ന ഓരോ പാറയുടെയും വലിപ്പം ഒന്ന് നോക്കിയേ. ശരിക്കും ഞാനിവിടെ നിന്നിട്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ചിറകുകളൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നുണ്ടോ, എല്ലാം ആ പാറയിൽ തന്നെ തീർത്ത് വെച്ചേക്കുവാണ്. ഭയങ്കര രസകരമായിട്ടാണ്, നല്ല ഫിനിഷോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നാൽ അതേ ഇതുവഴിയാണ് കയറി വരുന്നത് മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ടീ, കോഫി, സ്നാക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം എല്ലാം ഉണ്ട്. കേബിൾ കാറുകൾ ഇങ്ങനെ വരുന്നു പോകുന്നു, അതൊരു നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പം ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഇടുക്കിയിലെ പരുന്തുംപാറയിലൊക്കെ പോയ ഒരു ഫീലാണ്. ജടായുവിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, അതെന്ത് ഫിനിഷോട് കൂടിയാണ് അതിൻ്റെ ചിറകുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തേക്കുന്നതെന്ന് കണ്ടോ. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അംബ്രല്ല പോലെയും അല്ലാതെയൊക്കെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജടായു ഈ ശില്പത്തിൻ്റെ അടിയിൽ ഒരു 6D തിയേറ്റർ അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അവിടെ ജടായുവിൻ്റെ കഥയാണ് അതിനകത്ത് കാണിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. നേരം വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റൊക്കെ അടിച്ചു തുടങ്ങി. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. ചെറിയ മഴക്കോളുണ്ട്, അതാണ് കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ലോൺ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നടത്താനൊക്കെ സാധിക്കും. ഞങ്ങളിവിടെ കുറേ നേരം നിന്ന് കുറേ സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്തു. അവിടെ ഒരു ഗ്രൂപ്പ് വന്നേക്കുന്നുണ്ട്, അവരെന്തോ അവിടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിൻ്റെ ശില്പി ശ്രീ രാജീവ് അഞ്ചലിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ എഴുതിയേക്കുന്നത്. അപ്പോൾ അത് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. എനിക്ക് ഈ ശില്പം എത്ര ഷൂട്ട് ചെയ്തിട്ടും മതിയാവുന്നില്ല കേട്ടോ. അതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ഓരോ ഭംഗിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഓർമ്മക്കുറിപ്പ് കാണാം. ശ്രീ തോട്ടത്തിൽ നാരായണ പിള്ള, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ടെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വീഞ്ചൊക്കെ തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ ആ വീഞ്ചിൽ കൂടെയാണ് ഇവിടുത്തെ ഈ കൺസ്ട്രക്ഷന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നതെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇവിടെ മരിച്ചുപോയ അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന റോപ്പ് വഴിയാണ് ഇവിടത്തേക്കുള്ള സാധനങ്ങളെല്ലാം മുകളിലോട്ട് കൊണ്ടുവന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നാൾ വഴികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത് തുടങ്ങിയ സമയം മുതലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വർഷം അനുസരിച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വായിച്ചു നോക്കാവുന്നതാണ്. പല സ്ഥലത്തും ഇതുപോലെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചസ് ഒക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ജടായുവിൻ്റെ തലയുടെ ആ ഒരു ബാക്ക് സൈഡാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. കണ്ടു, ഇതെല്ലാം എന്ത് പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയത്തിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മ്യൂസിയവും ഇതും എല്ലാം കൂടെ ഓപ്പണായി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ടോട്ടൽ പാക്കേജായി മാറും. ജടായുവിൻ്റെ കഥ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജടായുവിൻ്റെ കഥയും വായിക്കാൻ സാധിക്കും. ഈ ഓപ്പൺ എയർ തിയേറ്ററിലെ തിരക്ക് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്, പക്ഷെ എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. കണ്ടോ, എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയേ. അതുപോലെ ഇവിടെ നിന്നൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ ജടായുവിൻ്റെ ആ ശില്പം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിയുടെ ശില്പമാണ്. ഇവിടെയുള്ള ശ്രീരാമക്ഷേത്രത്തിലോട്ടുള്ള ആ ഒരു വഴിയാണിത്. അപ്പോൾ ആ വഴിയിൽ തന്നെ ഇവിടെ ഒരു കട നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്തെല്ലാം ടൈപ്പ് പ്രതിമകൾ, വിഗ്രഹങ്ങളാണ് ഇരിക്കുന്നതെന്ന് കണ്ടോ. എല്ലാം ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളാണ്. എല്ലാം നല്ല ചെറുതും ക്യൂട്ടും ഭയങ്കര കളർഫുള്ളായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. കണ്ടില്ലേ? ഇവിടുത്തെ ഈ ശ്രീരാമക്ഷേത്രവും കൂടെ നമുക്കൊന്ന് കയറി കണ്ടു നോക്കിയാലോ. ഇത് തന്നെയാണ് അമ്പലം, ഒരു ചെറിയ ഒരു അമ്പലമാണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു നെയിം ബോർഡിൽ ഈ അമ്പലത്തിൽ എന്തൊക്കെ നേർച്ചകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കൗണ്ടറും ഉണ്ട്. ഈ അമ്പലത്തിന് ചുറ്റിനും ഒന്ന് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കേട്ടോ. ഇവിടെ ഒരു വാനരപ്പട തന്നെയുണ്ട്. നോക്കിയേ, എന്തോരം വാനരന്മാരായിരിക്കുന്നതെന്നുണ്ടോ. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ഒരു വാനര സംഘം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
വാനരന്മാർക്ക് ആഹാരം നൽകുന്ന ഒരു നേർച്ചയുണ്ട് ഇവിടെ. അതിനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ചെറുതും വലുതുമായി എല്ലാ വലുപ്പത്തിലുമുള്ള വാനരന്മാരെ ഇവിടെ കാണാൻ സാധിക്കും. കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിന്ന് നല്ല രസമാണ് കേട്ടോ അതുങ്ങളുടെ കളി കാണാനായിട്ട്. ശ്രീരാമന്റെ കാൽപാദവും അതുപോലെ തന്നെ ഒരു കെടാവിളക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ശ്രീരാമന്റെ കാൽപാദം എന്നാണ് പറയപ്പെടുന്നത്. കണ്ടോ, അതിങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്തേക്കാണ്. കുറേ സമയം ഞങ്ങളിവിടെ അമ്പലത്തിൻ്റെയും പരിസരത്തുമായിട്ട് ഇങ്ങനെ നിന്ന്. അപ്പൊ ഇനി നമുക്ക് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാം. ഈ കാണുന്ന ജലാശയമില്ലേ, ഇത് ഇവിടെ വെള്ളം ഒരിക്കലും വറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഏകദേശം 1.5 മണിക്കൂറായി നമ്മൾ മുകളിൽ എത്തിയിട്ട്. അപ്പം നമുക്ക് ഇപ്പോൾ വൈകുന്നേരമായി. ഇനി പതുക്കെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് കേബിൾ കാറിൽ തന്നെ താഴത്തേക്ക് പോകണം. അപ്പോൾ ആദ്യം ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ അവർ പറഞ്ഞു. ഏതായാലും ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് കേബിൾ കാറിൽ കയറി തിരിച്ചുള്ള യാത്ര തുടങ്ങി. നമ്മുടെ ക്യാബിനകത്ത് ഈ ഇരിക്കുന്നത് ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. അവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ മുകളിലോട്ട് കയറിപ്പോയതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് ഈ താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സ്റ്റീപ്പായിട്ട് ഫീൽ ചെയ്തു. അതായത് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം. ഏതാണെങ്കിലും ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ താഴെ എത്തി. അപ്പം ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കേബിൾ കാർ യാത്രയായിരുന്നു. അപ്പോൾ കേബിൾ കാറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വേറൊരു സ്ഥലത്തൂടെയാണ് നമ്മുടെ എക്സിറ്റ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഉടനെ തന്നെ ഇവിടെ കംപ്ലീറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലേ ഏരിയ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഷോപ്പിംഗ് മോളിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള എല്ലാ ടൈപ്പ് എക്യുപ്മെൻറ്റ്സും, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് എക്യുപ്മെൻറ്റ്സും നമുക്കിവിടെ കാണാം. എനിക്കിവിടെ വലിയ റഷൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ എന്താണെങ്കിലും ഫുൾ ഫ്ലജ്ഡ് ആയിട്ടുള്ള ഒരു കിഡ്സ് പ്ലേ ഏരിയ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റ് റിഫ്രഷ്മെൻറ്റ്സ് ഇവിടെയും ഉണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് മോര് വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ മോര് ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു. വേറെയും കുറേ സ്നാക്സ് അതുപോലെ ടീ, കോഫി എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും നേരം നമ്മൾ മുകളിലൊക്കെ നിന്നതല്ലേ, അപ്പോൾ ഒരു തണുത്ത മോര് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ തണുത്ത മോര് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സുഖമാണല്ലേ കുടിക്കാൻ. അതിനേക്കാളും നല്ല റിഫ്രഷ്മെന്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല. ഇദ്ദേഹത്തെ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇപ്പം ഇവിടെ ഒരു പ്രെയർ റൂമും ഒക്കെ നമുക്ക് കാണാം. കണ്ടോ, ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു പ്രെയർ റൂമൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സിറ്റ്. നമ്മൾ കയറി വന്ന ആ ഒരു വഴിയല്ല, അതിൻ്റെ നേരെ അടുത്ത സൈഡിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. കണ്ടോ, സെയിം ബിൽഡിംഗ് തന്നെയാണ്, പക്ഷെ വേറൊരു സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജഡായു എർത്ത് സെൻറ്ററിലെ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വയറ്റാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് ആ ജഡായു പറഞ്ഞ ഞാൻ കാണിച്ചു തന്നല്ലോ, അതിന് ചുറ്റിനും നമുക്കിങ്ങനെ കറങ്ങി വരാം. പിന്നെ ആ ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ പോയി നിൽക്കാനായിട്ട് നല്ല രസമാണ്. കുറച്ചും കൂടെ വെയിൽ താന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ മേളിൽ നിന്ന് സൺസെറ്റൊക്കെ കാണാൻ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. ഞങ്ങൾക്ക് തിരിച്ച് ഇനി ട്രിവാൻഡ്രം വരെ പോകാനുള്ളതാണല്ലോ. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം, ജഡായു എർത്ത് സെൻറ്റർ. ഇവിടുത്തെ മ്യൂസിയം ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.